റൂട്ടീനാണ് കാണിക്കാൻ പോകുന്നത്. ലൈക്ക് ഡെയിലി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന സിമ്പിൾ ആൻഡ് ഒരു മിനിമലായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു മേക്കപ്പ് റൂട്ടീനാണ് ഇന്നത്തെ വ്ളോഗിൽ കാണിച്ചു തരുന്നത്. സോ വ്ളോഗ് എന്തായാലും സ്കിപ്പ് ചെയ്യാതെ ലാസ്റ്റ് വരെ കാണുക. എനിക്ക് മേക്കപ്പിനെ പറ്റി വലിയ ഐഡിയ ഇല്ല, പക്ഷെ എന്നാലും ഞാൻ യൂസ് ചെയ്യുന്ന പോലത്തെ ഒരു സിമ്പിൾ ഒരു ഡെയിലി മേക്കപ്പാണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത്. സോ അധികം പറഞ്ഞ് വൈകിപ്പിക്കുന്നില്ല, ലെറ്റ്സ് ഗെറ്റ് ഇൻ ദ വീഡിയോ. സോ ഫസ്റ്റ് ഞാൻ എൻ്റെ മേക്കപ്പ് ഓർഗനൈസർ നിങ്ങൾക്കൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തുതരാൻ വിചാരിച്ചു. എൻ്റെ കയ്യിൽ അങ്ങനെ കൂടുതൽ മേക്കപ്പ് പ്രൊഡക്ട്സ് ഒന്നുമില്ല, എന്നാൽ കുറച്ച് കുഴപ്പമില്ലാത്ത രീതിക്ക് മേക്കപ്പ് പ്രൊഡക്ട്സ് ആൻഡ് സ്കിൻ കെയർ ഉണ്ട്. പിന്നെ ഇതിലുള്ള എല്ലാതും ഞാനിങ്ങനെ എപ്പോഴും യൂസ് ചെയ്യുന്ന പ്രൊഡക്ട്സ് അല്ല കേട്ടോ. എനിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള കുറച്ച് പ്രൊഡക്ട്സ് ഉണ്ട്, ഒക്കെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു മേക്കപ്പ് ആൻഡ് സ്കിൻ കെയർ ഒക്കെ ഇട്ട് വെക്കുന്ന ഒരു ഓർഗനൈസർ. സോ ഞാൻ പെട്ടെന്ന് ഇങ്ങനെ ഒരു ഷൂട്ട് ചെയ്യാന്നുള്ള മൈൻഡായപ്പോൾ പെട്ടെന്നൊരു അബായ ആൻഡ് ഷോൾ ഇട്ടുകൊണ്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ഫസ്റ്റ് ഞാൻ മുഖം കഴിഞ്ഞ ശേഷം ഒരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് ഫേസിലുള്ള വെള്ളമൊക്കെ ഒന്നിങ്ങനെ ഒപ്പിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ സത്യം പറഞ്ഞാൽ ഭയങ്കര മടിച്ചുണ്ട്, മുഖം കഴുകൽ പോലും ഇല്ല. ഞാൻ ഈ ഒരു ഐ ഷാഡോ പാലറ്റ് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മിററിൽ നോക്കിയിട്ടാണ് ഇപ്പോൾ ഞാൻ മേക്കപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ മിററിൽ അത്യാവശ്യം നല്ല പോലെ തന്നെ ഇങ്ങനെ എന്തൊക്കെ പൊടിയൊക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വേറെ ടിഷ്യൂ പേപ്പർ എടുത്തിട്ട് അത് കഴുകി അതൊന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു മിറർ വരുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് വെച്ചെങ്കിൽ ഭയങ്കര മടിച്ചായതുകൊണ്ട് തന്നെ ഇപ്പോൾ ഫേസ് കഴുകൽ പോലും ഇല്ല കേട്ടോ. ഇതിൻ്റെ ഇടയ്ക്കൊക്കെ ഭയങ്കര പ്രോപ്പറായിട്ട് സ്കിൻ കെയർ ചെയ്തിരുന്നു, ഡെയിലി ഒരു 3-4 പ്രാവശ്യമൊക്കെ ഫേസ് കഴുകിയിരുന്നു. ഇപ്പോൾ ഒന്നുമില്ല, ഇപ്പോൾ ഒരു പ്രാവശ്യം പോലും ഫേസ് കഴുകൽ റയറാണ്. അങ്ങനെ എന്തായാലും ഞാൻ നല്ലപോലെ ഫേസൊക്കെ കഴുകി വന്നിരുന്നത് ഡോട്ട് ആൻഡ് കീൻ്റെ എൻ്റെ മോയ്സ്ചറൈസർ ഇട്ട് കൊടുത്തു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ബ്രാൻഡാണ് സ്കിൻ കെയറിൻ്റെ ഡോട്ട് ആൻഡ് കീ. ഓൾസോ അതിൽ മോയ്സ്ചറൈസർ ആൻഡ് സൺസ്ക്രീൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാനിതാ ഈ ഒരു മോയ്സ്ചറൈസർ അപ്ലൈ എടുത്തു. ഇത് ഞാൻ യൂസ് ചെയ്യുന്നതിനെക്കാട്ടി എൻ്റെ ബ്രദറാണ് യൂസ് ചെയ്യൽ. ഞാൻ വളരെ റയറായിട്ടാണ് മോയ്സ്ചറൈസറൊക്കെ ഇടൽ. പിന്നെ ഡോട്ട് ആൻഡ് കീൻ്റെ തന്നെ സൺസ്ക്രീൻ ഉണ്ട്. സൺസ്ക്രീൻ ഇപ്പം ഞാൻ യൂസ് ചെയ്യൽ കുറവാണ്, പക്ഷേ എൻ്റെ ഫേസ് ഒന്ന് സൺസ്ക്രീൻ ഒന്നും ഇല്ലാതെ പുറത്തൊക്കെ ഇറങ്ങിയാൽ തന്നെ മനസ്സിലാവും, പ്രത്യേക ഒരു ടാൻ അടിച്ച പോലെയാണ്. അപ്പോൾ ഇതൊന്നും ഞാൻ ഡെയിലി ചെയ്യുന്ന കാര്യങ്ങളല്ല. ഇതിൽ ഏതെങ്കിലും ഒരു സ്റ്റെപ്പൊക്കെ ഞാൻ എന്തായാലും ഒഴിവാക്കും. ഒന്നെങ്കിൽ മോയ്സ്ചറൈസർ മാത്രമാക്കും, അല്ലെങ്കിൽ സൺസ്ക്രീൻ മാത്രമാക്കും. എന്തായാലും മാക്സിമം ലൈക്ക് ഏറിപ്പോയാൽ ഞാൻ ഇത്രയൊക്കെ ഒരു ദിവസം ലൈക്ക് ഒരു ഡെയിലി എൻ്റെ ഒരു മേക്കപ്പ് റൂട്ടീൻ എന്ന് പറയാനുള്ളൂ. അപ്പോൾ അതാണിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് പറഞ്ഞാൽ പറഞ്ഞ് സൺസ്ക്രീൻ ഇട്ട് കഴിഞ്ഞത്. പിന്നെ ബ്ലൂ ഹെവൻ്റെ ഒരു കോമ്പാക്ട് പൗഡറാണ്. അപ്പോൾ ഈ സൺസ്ക്രീനിൻ്റെ മോയ്സ്ചറൈസറിൻ്റെ മുകൾക്ക് ഞാൻ നേരെ ഈ കോമ്പാക്ട് പൗഡറാണ് ഇട്ട് കൊടുക്കുന്നത്. വളരെ ലൈറ്റായിട്ട് ഇട്ട് കൊടുക്കുന്നത്, കാരണം ഇതിൻ്റെ എക്സാക്റ്റ് സെയിം ഷെയ്ഡ് ആയതുകൊണ്ട് തന്നെ ഇട്ടുകണമെന്നുള്ളത് അങ്ങനെ വല്ലാതെ മനസ്സിലാവുന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ അതും മിററിൽ നോക്കി സെറ്റായി. പിന്നെ ഞാനിപ്പോൾ യൂസ് ചെയ്യുന്ന ഹില്ലറി റോഡൻ്റെ ഐലൈനർ ഒന്നും പറയാനില്ല ഗൈസ്, അടിപൊളി ഐലൈനറാണ്. അടിപൊളി എന്ന് പറഞ്ഞാൽ നമ്മൾ സോപ്പിട്ട് വരച്ചാൽ പോലും അത് പോകാൻ പണിയാണ്, അത്രയും നല്ലൊരു തിക്നെസ്സും വാട്ടർ പ്രൂഫും ആണ്. അപ്പോൾ ആദ്യത്തെ ഐലൈനർ ഇട്ടപ്പോഴേ എനിക്ക് സുഖം പോരാ. അങ്ങനെ പിന്നെ രണ്ടാമത് കണ്ണ് വരച്ചു, അപ്പോഴും എനിക്കിങ്ങനെ എന്തൊക്കെ മിസ്റ്റേക്ക് ഉണ്ട്. പിന്നെ നമ്മളെപ്പോഴും പറഞ്ഞിട്ടുള്ളൊരു സംഭവമുള്ളൂ, കാരണം ഒരു കണ്ണൊരു രീതിയിലും വേറെ കണ്ണ് വേറെ രീതിയിലും. അങ്ങനെ ഒരു കണ്ണ് കൊളായപ്പോൾ ഞാൻ എന്ത് ചെയ്ത് ഒരു ടിഷ്യൂ പേപ്പർ എടുത്തിട്ട് ആ കണ്ണുമ്പലത്തൊക്കെ വൈപ്പ് ചെയ്ത് കളഞ്ഞ് അങ്ങനെ ഞാൻ എന്ത് ചെയ്ത് രണ്ടാമത് ഒന്നുകൂടി അതിൽ ഐലൈനർ ഇട്ട് കൊടുത്തു. അപ്പോൾ എനിക്ക് പിന്നെയും വലിയ കുഴപ്പമില്ല എന്നൊക്കെ തോന്നി. പിന്നെ ഞാൻ അധികവും ഈ ലിപ്സ്റ്റിക്കിന് പകരം ലിപ്പ് ലൈനറാണ് യൂസ് ചെയ്തത്. ഇതിപ്പോൾ എൻ്റെ സെഫോറൻ്റെ ലിപ്പ് ലൈനറാണ്. ഇത് ഞാൻ യൂസ് ചെയ്ത് തീർന്നെന്ന് ഞാൻ വിചാരിച്ചു, പക്ഷേ എനിക്ക് താഴെ കുറച്ചുകൂടി ഉണ്ട്. അപ്പോൾ ഞാനതെടുത്ത് ലിപ്പ് ലൈൻ ചെയ്ത് കൊടുക്കുന്നതിൻ്റെ കൂടെ തന്നെ ജസ്റ്റ് ഒന്ന് ലിപ്പിൽ മൊത്തത്തിലൊന്ന് സ്മഡ് ചെയ്ത് കൊടുക്കലാണ്. പിന്നെ ഞാൻ സ്റ്റുഡിയോന്ന് ഇപ്പോൾ എടുത്തൊരു ലിപ്സ്റ്റിക് എടുത്ത് പറഞ്ഞത് ലിപ്സ്റ്റിക് ആണോ ലിപ് ഗ്ലോസ് ആണോ എന്തായാലും ലിപ്പ് കളർ എന്നാണ് ഇതിൽ. എന്തായാലും ചെറിയൊരു ലിപ്സ്റ്റിക്കാണ്, എനിക്ക് ഭയങ്കര ക്യൂട്ടായിട്ട് ഫീൽ ചെയ്തു. ഇതൊരു പിങ്കിഷ് ഷെയ്ഡാണ്. അപ്പോൾ അതേപോലെ തന്നെ ഇത് മാർസിൻ്റെ ഒരു ലിപ്സ്റ്റിക്കാണ്. ഇതും ഒരു പിങ്ക് ഷെയ്ഡാണ്. ഇതിൻ്റെ ഷെയ്ഡ് 11 ആണ് കേട്ടോ, ഏരിയൽ എ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എനിക്കിത് രണ്ടും തോന്നിയത് എന്താണെന്ന് വെച്ചാൽ രണ്ടും എക്സാക്ട് സെയിം ഷെയ്ഡാണ്, പിങ്ക് കളറ്, സെയിം പിങ്ക്, ഒന്ന് ലിക്വിഡും ഒന്ന് മാറ്റും, അങ്ങനെ എനിക്ക് ഫീൽ ചെയ്തു കേട്ടോ. എൻ്റെ കറൻറ്റ് ഫേവറേറ്റ് ആണ് ഇപ്പോൾ അത് രണ്ടും. അപ്പോൾ ഇതാണ് ഇപ്പം നമ്മുടെ മേക്കപ്പ്, എൻ്റെ ഡെയിലി മേക്കപ്പ്. ജസ്റ്റ് കണ്ണിരുന്ന് ലിപ്സ്റ്റിക് ഇടുന്നു, പൗഡർ ഇടുന്നു. അതും ഞാൻ പറഞ്ഞില്ല, ഇതന്നെ ഞാൻ ചെയ്യൽ വളരെ റയർ. അധിക ദിവസം ഞാൻ ജസ്റ്റ് ലിപ്സ്റ്റിക്കും കണ്ണ് ഇതിൽ മാത്രം, ചില ദിവസം ലിപ്സ്റ്റിക്ക് മാത്രമാവും. സോ ഇതാണ് ഞാൻ ഡെയിലി യൂസ് ചെയ്യുന്ന മേക്കപ്പ്. നിങ്ങൾ എന്തൊക്കെ പ്രൊഡക്ട്സ് ആണ് ഡെയിലി യൂസ് ചെയ്യാറുള്ളതൊക്കെ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. ഞാനെന്നെ ഇങ്ങനെ മിററിൽ നോക്കി സെൽഫ് സാറ്റിസ്ഫൈഡ് ആയിട്ട് നിന്നു. സോ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വ്ളോഗ്, വളരെ ഒരു കുഞ്ഞു വ്ളോഗാണ്. സോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ.